മണ്ഡപത്തിൻകടവ് പൂടനാട് നവജാത ശിശു മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ്. പ്രസവത്തിന് പിന്നാലെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ അമ്മ ഷംന നിലവിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. 21 വയസ്സാണ് ഷംനയ്ക്ക്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കുഞ്ഞിന്റെ കഴുത്തിലും നെഞ്ചിലും മുറിവുകൾ കണ്ടെത്തിയതാണ് കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ നയിച്ചത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം പുറത്തറിയുന്നത്. ഇറച്ചിക്കട തൊഴിലാളിയായ ഭർത്താവ് അൽത്താഫ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഷംന അവശ നിലയിലായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ഷംനയെ ഓട്ടോറിക്ഷയിൽ കയറ്റി. ഇതിനിടെ ചെരുപ്പെടുക്കാനായി മുറിയിൽ കയറിയ അൽത്താഫ് കട്ടിലിനടിയിൽ രക്തം പുരണ്ട തുണിക്കെട്ട് കാണുകയായിരുന്നു. ഇത് പരിശോധിച്ചപ്പോഴാണ് ചോരക്കുഞ്ഞിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ കുഞ്ഞിനെയും ഷംനയെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് നേരത്തെ മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഷംന ഗർഭിണിയാണെന്ന വിവരം താനോ വീട്ടുകാരോ അറിഞ്ഞിരുന്നില്ലെന്നാണ് അൽത്താഫ് പോലീസിന് നൽകിയ മൊഴി. 3 വർഷം മുൻപ് വിവാഹിതരായ ഇവർക്ക് 2 വയസ്സുള്ള മറ്റൊരു കുട്ടി കൂടിയുണ്ട്. രണ്ടാമതും ഗർഭിണിയായ വിവരം ഷംന എന്തിനു മറച്ചുവെച്ചു എന്നതിലും കുഞ്ഞിനെ അപായപ്പെടുത്താൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്താണ് എന്നതിലും ദുരൂഹത തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടെ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നും ഷംനയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. അൽത്താഫിന്റെ മൊഴിയും പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഞായറാഴ്ച ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം പുറംലോകമറിയുന്നത്. പ്രസവം നടന്ന സാഹചര്യവും കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകളും കൊലപാതക സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.